നമസ്തേ കൂട്ടുകാരെ. പ്രിയംവദ ബിയുടെ പുസ്തക പൂന്തോട്ടത്തിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മലയാളത്തിലെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പ്രസിദ്ധമായ നോവലായ വേരുകളാണ്. ഏതു ദൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും, ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. ഒരു കവിത ചൊല്ലിയാണ് ടീച്ചർ ക്ലാസ് തുടങ്ങിയത്. കുട്ടികളെ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഈ വരികൾ ആരുടേതാണെന്ന് അറിയാമോ? പൈലോപ്പള്ളിയുടെ. അഭിരാമി ചാടി പറഞ്ഞു. മിടുക്കി, നമ്മളെല്ലാം നാട്ടിൻ പുറത്ത് ജീവിക്കുന്നവരാണ് അല്ലേ? കുട്ടികൾ തലയാട്ടി. നിങ്ങൾ പഠിച്ചു വലുതായി വലിയ പദവികളിലെത്തുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ നാട് വിട്ട് പോകേണ്ടി വന്നേക്കാം. എന്നാൽ ജനിച്ചു വളർന്ന വീടും സ്ഥലവും ഉപേക്ഷിച്ചു പോകാൻ നിങ്ങൾക്ക് മനസ്സ് വരുമോ? ഒരിക്കലുമില്ല ടീച്ചർ, കുട്ടികൾ ഉറക്കെ പറഞ്ഞു. നമ്മൾ എത്ര മഹാനഗരങ്ങൾ തേടിപ്പോയാലും നമ്മുടെ ഗ്രാമങ്ങളുടെ ഓർമ്മകൾ നമ്മളെ തിരിച്ചു വിളിച്ചുകൊണ്ടേയിരിക്കും. ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിൻ്റെ വേരുകളാണ്, നമ്മുടെ മണ്ണിനെ നമ്മളോട് അടുപ്പിക്കുന്ന വേരുകൾ. ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഒരു നോവൽ ഓർമ്മ വന്നത്. മലയാളത്തിലെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ 1966 പ്രസിദ്ധീകരിച്ച നോവൽ വേരുകൾ. നമ്മൾ ആ കവിതാ ശകലത്തെക്കുറിച്ച് മുൻപ് പറഞ്ഞതെല്ലാം ഈ നോവലിനും ചേരും. അതിൻ്റെ കഥ ഞാൻ ചുരുക്കി പറയാം. ഒരു സാധാരണ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന രഘു എന്ന IAS ഉദ്യോഗസ്ഥൻ്റെ കഥയാണ് വേരുകൾ. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് രഘു നല്ലൊരു പദവിയിലെത്തുന്നത്. എന്നാൽ വലിയൊരു ബിസിനസ്സുകാരൻ്റെ മകളായ ഗീതവുമായുള്ള വിവാഹം രഘുവിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നു. ഗീതയെപ്പോലെ ആഡംബരം നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ രഘുവിന് കഴിയുന്നില്ലെങ്കിലും നഗരജീവിതവും പദവികളും രഘുവിനെ കുറച്ചൊക്കെ മാറ്റുന്നുണ്ട്. ഗീതയുടെ ചിട്ടയിൽ വളരുന്ന കുട്ടികളും ഗ്രാമത്തിൽ നിന്നും അകന്ന് നിൽക്കുന്നവരാണ്. ഒരിക്കൽ രഘുവിൻ്റെ മൂത്ത കുട്ടി നെൽപ്പാടം കണ്ട് അതെന്താണെന്ന് തിരിച്ചറിയാനാവാതെ ചോദിക്കുന്നുണ്ട്. ഒടുവിൽ അവൻ പറയുന്നു, ഹോ, അരിശി ചെടിയോ എന്ന്. അരിയുണ്ടാകുന്ന ചെടിയോ എന്ന്. അങ്ങനെ ഇരിക്കെയാണ് ഒരു വീട് പണിയുന്നതിനുള്ള ചിന്തകൾ അവർക്കിടയിൽ ഉണ്ടാകുന്നത്. ഗീതയ്ക്ക് വലിയ വീട് തന്നെ വേണം. അതിനുള്ള പണം കണ്ടെത്താൻ നാട്ടിലെ വീടും സ്ഥലവും വിൽക്കാൻ ഗീത നിർബന്ധിക്കുന്നു. പകുതി മനസ്സോടെ രഘു വസ്തു വിൽക്കാൻ നാട്ടിലേക്ക് യാത്രയാകുന്നു. ടീച്ചറുടെ വാക്കുകൾ കുട്ടികൾ ആകാംക്ഷയോടെ കേട്ടിരുന്നു. രഘുവിൻ്റെ മൂത്ത സഹോദരിമാരാണ് അമ്മലുവും ലക്ഷ്മിയും. രഘുവിൻ്റെ നാട്ടിലെ വീട്ടിലാണ് ലക്ഷ്മിയും ഭർത്താവ് യജ്ഞേശ്വരയ്യരും, അമ്മാഞ്ചി എന്ന് വിളിക്കും, താമസിക്കുന്നത്. അമ്മലുവും ഭർത്താവ് മണിയനും രഘുവിൻ്റെ കൃഷിസ്ഥലങ്ങളിൽ പാട്ടത്തിന് കൃഷി ചെയ്ത് ജീവിക്കുന്നു. ഈ അവസരത്തിലാണ് വീടും സ്ഥലവും വിൽക്കാൻ രഘു അങ്ങോട്ട് യാത്രയാകുന്നത്. താൻ വീടും പറമ്പും വിറ്റാൽ അവരെവിടെ പോകും? രഘു അക്കാര്യം ചിന്തിച്ചിരുന്നെങ്കിലും വീട് പണിയുക എന്നതായിരുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. പിന്നീടങ്ങോട്ട് രഘുവിൻ്റെ ഓർമ്മകളിലൂടെയുള്ള യാത്രയാണ്. തൻ്റെ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ നാട്ടുകാരെയും വീട്ടുകാരെയും കാണുമ്പോൾ രഘു അവരിലൂടെ പഴയ കാലം ഓർത്തെടുത്തുകൊണ്ടേയിരുന്നു. ഓരോ ഓർമ്മകളും രഘുവിൻ്റെ മനസ്സിലെ തീരുമാനത്തെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിമറിച്ചുകൊണ്ടിരുന്നു. എന്തൊക്കെയായിരുന്നു ആ ഓർമ്മകൾ? കുട്ടികൾക്ക് സംശയം. ഒരുപാടുണ്ട്. രഘുവിൻ്റെ സ്കൂൾ കാലഘട്ടവും മുത്തച്ഛനായ ആദിനാരായണനും ആ വീടും തൻ്റെ ദുരിതം നിറഞ്ഞ സഹോദരിമാരുടെ ജീവിതവും അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളും പിന്നെ കഥയ്ക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട നാട്ടുകാരായ കഥാപാത്രങ്ങളും അതിൽ പലതും മനസ്സിനെ കുത്തി നോവിക്കുന്ന ഓർമ്മകളുമാണ്. അത്തരത്തിൽ വേദനിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് രാമു, രഘുവിൻ്റെ സഹോദരി ലക്ഷ്മിയുടെ മകൻ. മിടുക്കനായിരുന്നു രാമു, കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷ. എന്നാൽ ഒരു ദിവസം അവന് പേപ്പട്ടിയുടെ കടിയേൽക്കുന്നു. അതത്ര ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് രാമുവിൻ്റെ ശരീരത്തിൽ വിഷം പടരുന്നു. പിന്നീട് ചികിത്സിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ രാമു മരിച്ചു പോവുകയാണ്. വായനക്കാരെ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു രംഗമാണത്. രാമുവിൻ്റെ കഥയിൽ സങ്കടപ്പെട്ടിരിക്കുന്നവരുടെ ശ്രദ്ധ തിരിക്കാൻ ആതിര പെട്ടെന്നൊരു ചോദ്യം എറിഞ്ഞു. ടീച്ചറെ, കഥ എന്തായി?
അയാൾ സ്ഥലം വിറ്റോ? കഥയിലേക്ക് വരാം. ഓരോ ഓർമ്മകളും രഘുവിനെ തീരുമാനത്തിൽ നിന്നും പുറകോട്ട് വലിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അച്ഛൻ്റെയും പിതാമഹന്മാരുടെയും ഓർമ്മകളെ ഗീതയുടെ പിടിവാശിക്ക് മുന്നിൽ വിട്ടുകളയുകയില്ല എന്നയാൾ തീരുമാനമെടുത്തു. വീടും സ്ഥലവും വിൽക്കുന്നില്ല എന്ന് അയാൾ മനസ്സിൽ ഉറപ്പിക്കുന്നു. കുട്ടികളെ, ഇവിടെയാണ് കഥയുടെ വഴിത്തിരിവ്. രഘു നഗരത്തിൽ പണിയാനുദ്ദേശിച്ച വീട് തൻ്റെ നാട്ടിൽ പണിയാൻ തീരുമാനിക്കുകയാണ്. തന്നെ കൊണ്ടാവും വിധം വികസനം ആ ഗ്രാമത്തിലെത്തിക്കാനും തൻ്റെ നാടിനെ ചേർത്ത് പിടിക്കാനും തീരുമാനിച്ചുകൊണ്ട് രഘു അവിടെ നിന്നും യാത്രയാകുന്നു. നെൽച്ചെടി കണ്ടാൽ പോലും തിരിച്ചറിയാത്ത തൻ്റെ കുഞ്ഞുങ്ങളെ പ്രകൃതിയോട് ചേർത്തു നിർത്തി പഠിപ്പിക്കാൻ രഘു ആഗ്രഹിച്ചു. കാറിൽ കിടന്ന ചെറിയ വീടിൻ്റെ പ്ലാനുമായി കോണ്ടാക്ട്രെ കാണാൻ യാത്രയാവുന്ന രഘു ഒരു പ്രതീക്ഷയാണ്. നമ്മുടെ ഇന്നത്തെ തലമുറയിൽ എത്ര പേർക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയും എന്നറിയില്ല. എല്ലാവരും ഉള്ള സ്ഥലവും വീടുമെല്ലാം വിറ്റുപെറുക്കി രാജ്യം വിടുമ്പോൾ ഈ നോവൽ നിങ്ങളെ ചിന്തിപ്പിക്കണം. നമ്മുടെ വേരുകൾ ഈ നാട്ടിലാണ്. അത് മുഴുവനായും വെട്ടിമുറിച്ച് മറ്റൊരു നാട്ടിൽ വേരറ്റവരായി കഴിയേണ്ടി വരുമ്പോൾ ഒരിക്കൽ നമ്മുടെ നാടിനെ നമ്മൾ ഓർക്കും. അന്ന് തിരിച്ചു വരാൻ നമുക്കിവിടെ ആരും ഉണ്ടാവില്ല. നമ്മുടെ ബന്ധങ്ങളാണ് വേരുകൾ കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അവയില്ലാതെ നമുക്കിവിടെ ജീവിക്കാനാവില്ല. വേരുകളില്ലാത്ത ചെടിക്ക് മണ്ണിൽ വളരാൻ കഴിയാത്തതുപോലെ അല്ലേ ടീച്ചറെ? മിടുക്കിയായ പ്രകൃതിയുടെ ചോദ്യം കേട്ട് ടീച്ചർ പുഞ്ചിരിച്ചു. കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിന് ആരോ വീട്ടിൽ നിന്നും പിഴുതുകൊണ്ടുവന്നു സ്കൂളിൽ നട്ട് വെള്ളം കിട്ടാത്തതിനാൽ വേരു പിടിക്കാതെ ഉണങ്ങി നിൽക്കുന്ന ഒരു മാവിൻ കുഞ്ഞിൻ്റെ കരച്ചിൽ ടീച്ചർക്ക് മാത്രം അപ്പോൾ കേൾക്കാമായിരുന്നു. മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ നോവൽ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? വരുന്ന അവധിക്കാലത്ത് അടുത്തുള്ള ലൈബ്രറിയിൽ നിന്നും മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പ്രസിദ്ധമായ ഈ നോവൽ വേരുകൾ എല്ലാവരും വായിക്കുമല്ലോ. നന്ദി.